നിന്ന ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇന്ത്യൻ കപ്പൽ. മുംബൈ ആസ്ഥാനമായുള്ള ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയുടെ LPG ടാങ്കറായ ജഗ് വിക്രമാണ് വിജയകരമായി കടലിടുക്ക് കടന്നത്. ശനിയാഴ്ച രാവിലെയോടെയാണ് കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നത്. നിലവിൽ കപ്പൽ ഒമാൻ ഉൾക്കടലിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഏകദേശം 20,000 ടൺ LPG ആണ് കപ്പലിലുള്ളത്. 24 ഇന്ത്യൻ നാവികരുള്ള കപ്പലിൽ എല്ലാവരും സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 15ഓടെ കപ്പൽ മുംബൈ തുറമുഖത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് ആദ്യം മുതൽ പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തു കടക്കുന്ന 9ാമത്തെ ഇന്ത്യൻ കപ്പലാണ് ജഗ് വിക്രം. പശ്ചിമേഷ്യയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇന്ത്യൻ പതാകയേന്തിയ 28 കപ്പലുകളെങ്കിലും ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടായിരുന്നു. അതിൽ 24 എണ്ണം പടിഞ്ഞാറൻ ഭാഗത്തും 4 എണ്ണം കിഴക്കൻ ഭാഗത്തുമായിരുന്നു. അതിൽ 10 കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നു. മറൈൻ ട്രാഫിക് ഡേറ്റ പ്രകാരം വിവിധ രാജ്യങ്ങളുടെ 426 എണ്ണ ടാങ്കറുകൾ, 34 LPG കപ്പലുകൾ, 19 LNG കപ്പലുകൾ എന്നിവ മേഖലയിലുണ്ട്. സംഘർഷവും ഗതാഗത തടസ്സങ്ങളും കാരണം ഇവയിൽ പലതും കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 60% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യം കാരണം വിതരണം തടസ്സപ്പെട്ടത് ഇന്ത്യയിൽ വാതകക്ഷാമത്തിന് കാരണമായിരുന്നു. നിലവിൽ 15ഓളം ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ കൂടി പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവയുടെ സുരക്ഷിതമായ മടക്കയാത്രയ്ക്കായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശ്രമങ്ങൾ തുടരുകയാണ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ഇന്ത്യയിൽ LPG വിതരണത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം നേരത്തെ വെട്ടിക്കുറച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് 70% പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. LPG വിതരണം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം മാത്രം 51.5 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായി പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ തുറമുഖങ്ങളുടെ പ്രവർത്തനം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയവുമായി ചേർന്ന് നാവികരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. സംഘർഷ മേഖലകളിൽ നിന്നും ഇതുവരെ 2000-ലധികം നാവികരെ തിരികെ എത്തിച്ചിട്ടുണ്ട്. സഹായത്തിനായി ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജമാണ്. കൂടാതെ 100 കണക്കിന് വിദേശ കപ്പലുകളും പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. യുദ്ധത്തിൽ തകർന്ന 400-ലധികം ടാങ്കറുകളും ഡസൻ കണക്കിന് LPG, LNG കപ്പലുകളും ഇപ്പോഴും ഈ മേഖലയിലുണ്ടെന്ന് ഡേറ്റ പറയുന്നു. എന്നിരുന്നാലും വെടിനിർത്തലിനെ തുടർന്ന് സ്ഥിതി ക്രമേണ മെച്ചപ്പെടുന്നു. ബദൽ സ്രോതസ്സുകളിൽ നിന്നും വാതകം എത്തിക്കുന്നതിനും ഇന്ത്യ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് വിതരണ സമ്മർദ്ദം ലഘൂകരിച്ചു. വളം പ്ലാന്റുകൾക്ക് ഇപ്പോൾ മുൻപത്തേക്കാൾ കൂടുതൽ വാതകം ലഭിക്കുന്നു. മറ്റ് വ്യവസായങ്ങളിലേക്കുള്ള വിതരണം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.